ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ഇറ്റാച്ചി ബണ്ടിൽ എടുക്കാൻ പോവുകയാണ്. എത്ര ഡയമണ്ട് ഇവൻ്റ് പപ്പടം പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ നല്ലതുപോലെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടുമ്പോൾ ഇറ്റാച്ചി ബണ്ടിൽ എടുക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബണ്ടിൽ എടുക്കാൻ പോകാം. എൻ്റെ ഫേവററ്റ് ഇവൻ്റാണ് ടോക്കൺ ടവർ. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കിയാൽ 5000 ഡയമണ്ട് വരെ മിനിമം ഡയമണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. 3000 ഡയമണ്ട് സ്പിൻ ചെയ്ത് ഒരു ടോക്കൺ കിട്ടിയ ചരിത്രം വരെയുണ്ട്. ഇന്ന് ചരിത്രം മാറുന്നു നോക്കാം. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് 1000 സബ്സ്ക്രൈബർ ആയാലേ നമുക്ക് ലൈവ് സ്ട്രീം ഒന്ന് പൊടിപ്പിക്കാൻ പറ്റുള്ളൂ. 1000 സബ്സ്ക്രൈബ് ആവാൻ എല്ലാവരും കാണുന്നവരൊക്കെ സഹായിക്കുക. കാരണം നമ്മുടെ ചാനലിൽ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഫ്രീ ആയി കിട്ടിയ 10 വോച്ചർ തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, കഴിഞ്ഞ വീഡിയോ കണ്ടുവന്നവർക്കറിയാം നമ്മൾ ടോക്സി FF എന്ന സബ്സ്ക്രൈബർ വെച്ചാണ് ഫസ്റ്റ് സ്പിൻ തുടങ്ങുന്നത്. 45 ഡയമണ്ട് കൊടുത്തു. ഏകദേശം നമുക്ക് 3 വൗച്ചറാണ് കിട്ടിയത്. ഈ വൗച്ചറാണ് നമുക്ക് ഡയമണ്ട് സ്പിൻ ചെയ്യുന്നത് കുറഞ്ഞു കിട്ടും. അപ്പോൾ രണ്ടാമതുള്ള ഹാഫിസ് എന്നൊരു സബ്സ്ക്രൈബറാണ് കൊടുക്കുന്നത്. ഓക്കെ, 1 വൗച്ചറാണ് കിട്ടിയത്. മൂന്നാമത് നമ്മൾ ജയലാൽ എന്ന സബ്സ്ക്രൈബറാണ് കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, ജയലാൽ ലക്കിയാണെന്ന് തോന്നുന്നു. നമുക്ക് 1 ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി 4 ടോക്കൺ കൂടി. അടുത്ത് നമുക്ക് രണ്ടാമത്തെ ടോക്കൺ വാങ്ങിച്ചു തരുന്നതായിരുന്നു നോക്കാം. ഓക്കെ, ചിക്കു എന്ന സബ്സ്ക്രൈബറാണ് നമ്മൾ 90 ഡയമണ്ട് കൊടുത്ത് സ്പിൻ കൊടുത്തത്. ഓക്കെ ഗൈസ്, നമുക്ക് 2 വൗച്ചറാണ് കിട്ടിയത്. അടുത്ത നമ്മുടെ പരം എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ് 72 ഡയമണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ കൊടുത്തു. ഏകദേശം 4 വൗച്ചറാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത 72 ഡയമണ്ട് കൊടുത്ത് നമ്മുടെ INF ഡോണൽ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറാണ് സ്പിൻ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, INF ഡോണലിന് നമുക്കൊരു 5 വൗച്ചറാണ് കിട്ടിയത്. ഓക്കെ ഗൈസ്, അടുത്തത് GNMS എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബറാണ്. ഓക്കെ, നമുക്ക് 2 വൗച്ചറാണ് കിട്ടിയത്. അടുത്ത 72 ഡയമണ്ട് കൊടുത്തു അഭിനവ് എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബറിനാണ്. ഓക്കെ, 2 വൗച്ചറാണ് കിട്ടിയത്. അടുത്ത നമ്മുടെ അമ്പാടി എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറാണ്. 90 ഡയമണ്ട് കൊടുത്തു. ഓക്കെ ഗൈസ്, 5 വൗച്ചറാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിൽ ഇരുന്ന ഡയമണ്ട്സ് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ 3 ഡയമണ്ടേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ടോപ്പ് അപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ 2000 ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 ടോക്കൺസ് കിട്ടണം നോക്കാം. ഈ ഡയമണ്ടിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മളപ്പോൾ ഇറ്റാച്ചിയുടെ ബണ്ടിൽ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കില്ല ഗൈസ്. കാരണം നമുക്ക് കുറേ ഡയമണ്ടൊക്കെ വേസ്റ്റ് ആക്കുന്നില്ല. ഓക്കെ, നമ്മൾ അടുത്ത സ്പിൻ വന്നിട്ട് നമ്മുടെ വോക്സ് ട്യൂബ് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. ഓക്കെ, വോക്സ് ട്യൂബ് എന്നാണ് ഞാൻ വായിച്ചത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം ടോക്കണൊന്നും കിട്ടിയില്ല. അടുത്ത നമ്മുടെ നജിദ് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. ഓക്കെ ഗൈസ്, ഒന്നും കിട്ടിയില്ല. അടുത്ത നമ്മുടെ നിയോ ഡെവിൽ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. ഓക്കെ ഗൈസ്, ടോക്കൺസ് കിട്ടുമോ? ഇല്ല ഗൈസ്, 1 വൗച്ചർ മാത്രമേ കിട്ടിയുള്ളൂ. അടുത്ത അശ്വിൻ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറാണ്. 90 ഡയമണ്ട് കൊടുത്തു. ഏകദേശം നമുക്ക് ടോക്കൺസ് കിട്ടുമോ? ഇല്ല ഗൈസ്, നമുക്ക് വൗച്ചേഴ്സ് മാത്രമാണ് കിട്ടിയത്. അടുത്ത നമ്മുടെ മെക്കി ക്യൂട്ട്സ് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. നമുക്ക് ഓക്കെ ഗൈസ്, വൗച്ചർ മാത്രമാണ്. അടുത്ത നമ്മുടെ മലയാളി ബ്രോ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറാണ്. 54 ഡയമണ്ടാണ് കൊടുത്തത്. പിന്നിൽ 1 ടോക്കണെങ്കിലും കിട്ടുമോ? ഇല്ല ഗൈസ്, വൗച്ചേഴ്സ് മാത്രമേ കിട്ടിയുള്ളൂ. അടുത്ത നമ്മുടെ ഷഫീർ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഷഫീർ എന്ന സബ്സ്ക്രൈബർ നമുക്ക് 2 ടോക്കണാണ് മേടിച്ചു തന്നത്. ഏകദേശം അപ്പോൾ 3 ടോക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ടോക്കണും കൂടി. ഓക്കെ ഗൈസ്, നമ്മൾക്ക് എമൗണ്ട് വരെ ആയിട്ടുണ്ട്. ഇനി ഒരു ഗൺ സ്കിനും ഇറ്റാച്ചിയുടെ ബണ്ടിലും. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത 90 ഡയമണ്ട് നമ്മുടെ 6U എഡിറ്റ്സ് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. ഗൈസ്, 3 വൗച്ചാണ് കിട്ടിയത്. അടുത്ത നമ്മുടെ ജോയൽ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. ഓക്കെ ഗൈസ്, ടോക്കൺ കിട്ടിയാൽ ഓക്കെ വൗച്ചേഴ്സാണ് കിട്ടിയത്. അടുത്ത നമ്മുടെ നീരജ് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറാണ്. 54 ഡയമണ്ടാണ് കൊടുത്തത്. ഓക്കെ, 1 ടോക്കൺ. ഓക്കെ ഗൈസ്, വീണ്ടും വൗച്ചർ. ഈ 2 ടോക്കൺസും കൂടി മാത്രം നമുക്കപ്പോൾ ഇറ്റാച്ചി ബണ്ടിൽ ക്ലെയിം ചെയ്യാം. അടുത്ത 72 ഡയമണ്ട് കൊടുത്തു അതിൻ തോമസ് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. ഓക്കെ ഗൈസ്, അടുത്ത നമ്മുടെ സിനി എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. അൾട്രാ ലാഗാണ് ഗൈസ്, നെറ്റ്വർക്ക് ബിസിയാണെന്ന് തോന്നുന്നു. ഓക്കെ, വല്ല അടിച്ചാ? ഇല്ല ഗൈസ്, ടോക്കണൊന്നും കിട്ടിയില്ല. ഓക്കെ, വൗച്ചർ മാത്രം തന്നെ. അപ്പോൾ അടുത്ത നമ്മൾ അതുൽ എന്ന സബ്സ്ക്രൈബറിനാണ്. 72 ഡയമണ്ടാണ് കൊടുത്തത്. ഗൈസ്, 3 വൗച്ചറാണ് കിട്ടിയത്. അടുത്ത നമ്മൾ രാഹുൽ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. ഓക്കെ, നമുക്ക് വൗച്ചേഴ്സാണ് കിട്ടിയത്. ഡയമണ്ടും കുറയുന്നുണ്ട്. 72 ഡയമണ്ടാണ് കൊടുത്തത്. അടുത്ത നമ്മുടെ മുരുകൻ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറിനാണ്. ഓക്കെ യെസ്, നമുക്ക് 8 വൗച്ചറാണ് കിട്ടിയത്. അടുത്ത 36 ഡയമണ്ടിനെ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, 36 ഡയമണ്ടിൽ നമുക്ക് ടോക്കൺസ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, 2 വൗച്ചേഴ്സാണ് കിട്ടി. അടുത്ത നമ്മുടെ മന്ത്രവാദം തുടങ്ങാം ഗൈസ്. യുമാ ബൈ വിബ ബിബോ, യുമാ ബൈ വിബ ബിബോ. ഓക്കെ യെസ്, നമുക്കൊരു ടോക്കണാണ് കിട്ടിയത്. 1 വട്ടം കൂടെ യുമാ ബൈ വിബ ബിബോ, യുമാ ബൈ വിബ ബിബോ.
വൗച്ചേഴ്സ് മാത്രം, പക്ഷെ കുറേ കിട്ടി ഗൈസ്. അപ്പോൾ 54 ഡയമണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ യുമാ ബബിബോ. ഓക്കെ 6 വൗച്ചർ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒന്നും തുടങ്ങണോ അല്ല നമ്മൾ മന്ത്രം തുടങ്ങണോ? മന്ത്രം തുടങ്ങും ഗൈസ്. അടുത്ത 90 ഡയമണ്ടിൽ ചുപ്പിനി മങ്കിനി. ഓക്കെ കിട്ടിയില്ല. അടുത്ത 54 ഡയമണ്ട് യുമാഗോഗി ബാബിബോ. പിന്നെ വേറെ കാര്യമുണ്ട് ഗൈസ്, നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോ ആൾക്കാരെ പേര് വായിച്ച് നമ്മൾ സ്പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ അടുത്ത 72 ഡയമണ്ട് കൊടുത്തു. ഓക്കെ ഗൈസ് നമുക്കിപ്പോൾ ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു ടോക്കൺ കൂടി. അപ്പോൾ നമ്മുടെ ജാപ്പനീസ് ലെജൻഡിൻ്റെ മന്ത്രം വെച്ചിട്ട് നമുക്ക് തുടങ്ങാം ഗൈസ്. അടുത്ത ഓരോ സ്പിന്ന് നമുക്ക് ആ മന്ത്രത്തിൽ തുടങ്ങാം. യുമാഗോഗി ബാബിസ. ഓക്കെ ടോക്കൺസ് ആണ് അടുത്തത്. യുമാഗോഗി ബാബിസ. ടോക്കൺ ഒരു ടോക്കൺ കൂടി മാത്രം ഗൈസ്. ഓക്കെ 54 ഡയമണ്ട് കൊടുത്തു. യുമാഗോഗി. ഓക്കെ ഗൈസ് നമുക്കപ്പോൾ 5ാമത്തെ ടോക്കൺ അടിച്ച്. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇറ്റാച്ചി ബണ്ടിലങ്ങ് ക്ലെയിം ചെയ്യാം. ഓക്കെ നമുക്ക് ഓരോരോ റിവാർഡ്സ് ആയിട്ട് ക്ലെയിം തുടങ്ങാം. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇറ്റാച്ചി ബണ്ടിൽ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട് ഗൈസ്. കാരണം ഇറ്റാച്ചി ബണ്ടിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റായിട്ട് വന്നൊരു മോണോക്കോർ ബണ്ടിൽ എന്ന് വെച്ചാൽ 2D എഫക്റ്റ് ഉള്ളൊരു ബണ്ടിലാണ് ഇറ്റാച്ചി ബണ്ടിൽ. അതുകൊണ്ടാണ് എനിക്ക് ഇറ്റാച്ചി ബണ്ടിലോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നു. ആദ്യമേ എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ മടിച്ചിരുന്നു. കാരണം ടോക്കൺ ടവർ ആയതുകൊണ്ട് ഞാൻ സ്പിൻ ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റിവാർഡ് ക്ലെയിം ചെയ്തു. ഫസ്റ്റത്തെ ബാറ്റിൻ്റെ സ്കിന്നാണ് തോന്നുന്നു. ബാറ്റിൻ്റെ സ്കിൻ ക്ലെയിം ചെയ്തു. പിന്നെ നമ്മുടെ ഗാരയുടെ ബാക്ക് പാക്ക് ക്ലെയിം ചെയ്തു. ഏകദേശം ഈ ബാക്ക് പാക്ക് ഇട്ട് നമ്മൾ കളിക്കുമെന്ന് തോന്നില്ല ഗൈസ്. ഏകദേശം നല്ല വലിപ്പമുണ്ട്. പിന്നെ ഓക്കെ അടുത്ത നമ്മുടെ ഇറ്റാച്ചി സാക്കി ഫൈറ്റിന് ഉപയോഗിക്കുന്ന ഒരു ഇമോട്ടാണ് ഗൈസ്, ഫൈനൽ ബാറ്റിലെ എമൗണ്ട്. അത് നമ്മൾ ക്ലെയിം ചെയ്തു. പിന്നെ അക്കാറ്റ്സി തീമിലുള്ള M16ൻ്റെ സ്കിന്ന് നമ്മളങ്ങ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. അടുത്തതായി വരുന്നത് നമ്മുടെ മെയിൻ ബണ്ടിൽ ഇറ്റാച്ചി ബണ്ടിലൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യാം. ഓക്കെ ഗൈസ് അപ്പോൾ ലെജൻഡറി എഫക്റ്റോടെ ആയിരിക്കും നമുക്ക് ഈ ബണ്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഓക്കെ നല്ലൊരു അനിമേഷൻ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ നെറ്റ്വർക്ക് സ്റ്റക്കായി ഗൈസ്. ഓക്കെ അപ്പോൾ സ്റ്റക്കിൽ തന്നെ നമുക്ക് അനിമേഷൻ കിടില അനിമേഷൻ ഗൈസ്. ഒ പി അനിമേഷൻ. ഓക്കെ നമ്മളങ്ങനെ ഇറ്റാച്ചി ബണ്ടിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. 196 സ്പില്ലാണ് കിട്ടിയിരിക്കുന്നത് പറയുന്നത്. 95% പ്ലെയേഴ്സിന് മുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എൻ്റെ അഭിപ്രായത്തിലും നമുക്ക് കുറച്ച് ലക്കിൽ കിട്ടിയതാണെന്ന് തോന്നുന്നു. കാരണം ടോക്കൺ ടവർ തന്നെ ഫസ്റ്റായിട്ടാണ് ഇത്രയും പെട്ടെന്നൊരു ബണ്ടിൽ നമുക്ക് കിട്ടുന്നത് ഗൈസ്. അപ്പോൾ നമുക്കിത് ബണ്ടിൽ ഓപ്പൺ ചെയ്തുള്ള ഗെയിം പ്ലേ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വൗച്ചേഴ്സ് നമുക്ക് ബാക്കിയുണ്ട്. ആ വൗച്ചർ ഒന്ന് സ്പിൻ ചെയ്യാം. 3 വൗച്ചർ കൊടുത്തപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. അടുത്ത് നമ്മൾ 3 വൗച്ചർ വീണ്ടും കൊടുത്തു. അപ്പോൾ 3 വൗച്ചർ സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും 3 വൗച്ചർ കിട്ടി. അപ്പോൾ വീണ്ടും 3 വൗച്ചർ സ്പിൻ കൊടുത്തു. ക്രേറ്റ് കിട്ടിയാൽ കുറച്ചും കൂടെ ലാഭമായിരുന്നു. ഓക്കെ ഗൈസ് നമുക്ക് പ്രതീക്ഷയില്ല ക്രേറ്റിനെ കിട്ടി. അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ബണ്ടിൽ എങ്ങനെയൊക്കെ നോക്കാൻ പോകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഗൈസ്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അധികം വ്യൂസ് കിട്ടുന്നില്ല, അപ്പോൾ ഫ്രണ്ട്സിനൊന്ന് റീച്ച് ആക്കുക ഗൈസ്. സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അവർ ഗെയിമിംഗ് ഫാമിലി ഗൈസ്. ഈ ബണ്ടിലെടുക്കാൻ ഏകദേശം 2460 ഡയമണ്ടാണ് ഞാൻ ചിലവാക്കിയത്. പിന്നെ ബണ്ടിൽ വർത്താണ് ഗൈസ്. മോണോക്രോം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ബണ്ടിലെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചതല്ല, എനിക്ക് ബണ്ടിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ പുതുതായിട്ട് സബ്സ്ക്രൈബ് ഫാമിലി ജോയിൻ ചെയ്യുന്ന എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ ന്യൂ സബ്സ്ക്രൈബർ എന്ന് കൊടുക്കുക ഗൈസ്.